നെത്തോലി ഒരു ചെറിയ മീനല്ല. കേട്ടിട്ടില്ലേ? ആള് ചെറുതാണെങ്കിലും നിറയെ ഗുണങ്ങളുള്ള നല്ല മീനാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണി വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമുക്കപ്പോൾ നെത്തോലിയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവനെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് മരം ഒന്ന് തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി എടുക്കാം. ഇത് കായലിലെ നെത്തോലിയാണ് കേട്ടോ. എനിക്ക് കടലിലെ മീനിനെക്കാട്ടിലും താല്പര്യം കൂടുതലുള്ളത് കായൽ മീനാണ്. നമ്മുടെ ഇവിടുത്തെ കായൽ അഷ്ടമുടി കായലാണ്. അപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള നല്ല ഫ്രഷ് ചൂടയാണ്. ചൂട മീൻസ് നെത്തോലി. അപ്പോൾ ദാ കഴുകി കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയാക്കാം. ശരിക്കും ഞാൻ ഈ എല്ലാ മീൻതരവും കഴിക്കുന്ന ആളെ ആയിരുന്നില്ല. ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കഴിക്കാത്ത മീൻ പോലും കഴിച്ച് തുടങ്ങിയത്. ഇപ്പോഴും കഴിക്കാത്തതുണ്ട് കേട്ടോ. ഈ മത്തിയൊക്കെ ഇല്ലേ, മത്തിയൊന്നും എനിക്കത്ര ആയിരുന്നില്ല. ഇപ്പോഴും ഞാൻ മത്തി കറിയിൽ ഉള്ള മത്തി കഴിക്കില്ല. അത് ഫ്രൈ ചെയ്താൽ മാത്രമേ കഴിക്കൂ. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആദ്യ സമയങ്ങളിലൊക്കെ ഈ കുക്കിംഗ് അറിയാതെ ഞാൻ ഒരുപാട് പെട്ടുപോയിട്ടുണ്ട്. ഞാൻ ഈ കറികളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ ചേർക്കണം, ഏതളവിൽ ചേർക്കണം എന്നൊന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു. ഒരുപാട് നാണക്കേട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് അതൊരു വാശിയായി. എങ്ങനെയെങ്കിലും കുക്കിംഗ് പഠിച്ചെടുക്കണം. അങ്ങനെ എന്തായാലും പാചകമൊക്കെ നന്നായിട്ട് പഠിച്ചെടുത്തു. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ പാചകിക്കും. ഞാൻ കുക്ക് ചെയ്യുന്ന ആഹാരമൊക്കെ കഴിച്ചിട്ട് മറ്റുള്ളവർ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നെത്തോലി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ മാങ്ങ ഇല്ലായിരുന്നു. ഞാൻ കുടംപുളിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നെത്തോലി നല്ല വറ്റിച്ചെടുത്തു. ഇനി അതിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് രസം വയ്ക്കാമെന്ന് കരുതി. രസം ഞാനിപ്പോൾ വയ്ക്കുന്നത് മല്ലിരസമാണ് കേട്ടോ. രസം എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടല്ലോ. മല്ലിരസം, പുളിരസം, തക്കാളി രസം, അങ്ങനെ ഒരുപാട് രസങ്ങളുണ്ടല്ലോ. ഞാനിപ്പോൾ മല്ലിരസമാണ് വയ്ക്കുന്നത്. ഇപ്പോൾ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചോറുണ്ടാലോ. അപ്പോൾ അതാണ്ടേ ഇതാണ് ഞാൻ കഴിക്കുന്ന ചോറ്. അതിലേക്ക് രസം ഒഴിച്ചിട്ടുണ്ട്, നെത്തോലി വറുത്തിട്ടുണ്ട്, രാവിലെ മീൻ ഫ്രൈ ചെയ്തിരുന്നു അതുണ്ട്, പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനെടുത്ത ചമ്മന്തി, ബീട്രൂട്ട് തോരൻ, പിന്നെ നമ്മുടെ നെത്തോലി വറ്റിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ചിട്ട് തരാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വിശക്കുന്നെങ്കിൽ പെട്ടെന്ന് വന്നോളൂ, നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.